നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് N ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഭോജനശാലയിലും സോളാർ പാനൽ സ്ഥാപിച്ചു. സ്പിൽ ഓവർ പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AV മുംതാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, കില റിസോഴ്സ് പേഴ്സൺമാർ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ, തീമാറ്റിക് എക്സ്പെർട്ട്, നിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, CDS അംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗനവാടി വർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് N ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യമായാലും അജൈവ മാലിന്യങ്ങളായാലും ഒരു കാരണവശാലും വലിച്ചെറിയില്ല എന്ന് ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതുണ്ട്. എന്നാൽ ചില മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്ത് ചെയ്യണം എന്നറിയാത്ത സ്ഥിതി ഇന്നും പഞ്ചായത്തിനും മറ്റു രീതിയിലൊക്കെ ഉണ്ട്. കാരണം ഡയാപ്പറുകൾ, അത് വയസ്സായവരൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് വീടുകളിൽ ഉണ്ടാവുക. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഡയാപ്പർ, കുട്ടികൾ ഉപയോഗിക്കുന്ന ഡയാപ്പർ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിൻ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ വലിയൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മെൻസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ എത്ര പേര് പങ്കാളികളായിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് തുടർന്നും നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തുടർന്നും നടത്തി സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിൻ ഇല്ലാത്തൊരു പഞ്ചായത്താക്കുക. അതായത് അത് ഉപയോഗിക്കാതെ മെൻസ്ട്രുവൽ കപ്പ് ശാസ്ത്രീയമായും ആരോഗ്യപരമായിട്ടും ഉപയോഗിക്കാൻ സന്നദ്ധരായിട്ടുള്ള സ്ത്രീകളാണ് എല്ലാവരും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം ഒരു മാലിന്യത്തിൽ നിന്ന് വലിയ മുക്തി നമുക്കുണ്ടാവും. യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യാകുട്ടൻ അധ്യക്ഷത വഹിച്ചു. IRTC ഉദ്യോഗസ്ഥർ പരിശീലന ക്ലാസ് നയിച്ചു. BEO ജോഷില, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ദിനേശ്, വാർഡ് മെമ്പർമാരായ മദനമോഹൻ, കവിത ജോസ്, രതിദേവി, സരിത വിശ്വൻ, പ്രിയ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഭോജനശാലയിലും സോളാർ പാനൽ സ്ഥാപിച്ചു. സ്പിൽ ഓവർ പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 11,33,000 രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയിലൂടെ 14 കിലോവാട്ട് വൈദ്യുതി KSEBയിലേക്ക് കൈമാറാനും ലക്ഷ്യമിടുന്നു. സെക്രട്ടറി AV മുംതാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ ശ്രുതി ശ്രീശങ്കർ, ശ്രുതി വിജയൻ, KB പ്രജിത്ത്, പ്രിയലത പ്രസാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. അനർട്ടിനാണ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതല. പാലിശ്ശേരി ALP സ്കൂളിൽ UKG 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സംയുക്തമായി ആഘോഷിച്ചു. ചടങ്ങിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ സ്കൂൾ പത്രം ജ്ഞാനദീപം പ്രകാശനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കുട്ടികൾക്ക് കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഫോട്ടോ കൈമാറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ വിദ്യാർത്ഥികളെ മെഡൽ അണിയിച്ചു. ചടങ്ങിൽ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടന,
മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള അവാർഡിന് അർഹനായ VI ജോൺസനെ സ്കൂൾ മാനേജർ ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ പൊന്നാട അണിയിച്ചു. അധ്യാപകരായ ക്ലാൻസി ഫ്രാൻസിസ്, വിൻസി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റി ഗൗരി ദേവി പുരസ്കാരം പ്രഖ്യാപിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾക്കും ചേർപ്പ് ഭഗവതിയുടെ പൂരങ്ങൾക്കും നൽകിവരുന്ന സേവനങ്ങളെ മുൻനിർത്തി CS ഭരതന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറാട്ടുപുഴ സ്വദേശിയായ CS ഭരതൻ കുട്ടിക്കാലത്തു തന്നെ ആറാട്ടുപുഴ ശാസ്താവിന്റെ ചൈതന്യ പ്രചാരകനായാണ് കർമ്മരംഗത്തെത്തിയത്. 1984-89 കാലഘട്ടത്തിൽ ആറാട്ടുപുഴ പൂരാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു. 40 വർഷമായി സെൻട്രൽ കമ്മിറ്റിയുടെ മുൻനിര പ്രവർത്തകനായിരുന്നു. നിരവധി വർഷം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചേർപ്പ് ഭഗവതിയുടെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആനയെഴുന്നള്ളിപ്പുകൾ ഭംഗിയാക്കുന്നതിൽ കഴിഞ്ഞ 20 വർഷമായി വലിയ പങ്കാണ് ഇദ്ദേഹം വഹിക്കുന്നത്. ഏപ്രിൽ 3 വൈകിട്ട് 7 ക്ഷേത്രനടയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ചെയർമാൻ രാജീവ് മേനോൻ, കൺവീനർ M സുജിത് കുമാർ, ജിനേഷ് ആത്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ചൈതന്യ അങ്കണവാടിയിൽ കവി കുഞ്ഞുണ്ണി മാഷ് ഓർമ്മ ദിനാചരണം നടത്തി. അനുസ്മരണ ചടങ്ങിനെത്തിയവരെ കൽക്കണ്ടവും വളപ്പൊട്ടുകളും നൽകിയാണ് സ്വീകരിച്ചത്. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ അനുസ്മരണ ചടങ്ങിൽ വാർഡ് മെമ്പർ ആന്റോ തൊറയൻ, അംഗൻവാടി വർക്കർ KB അഞ്ജു, ഹെൽപ്പർ ഗീത, സുനിത രാജേഷ് എന്നിവർ സംസാരിച്ചു. 2006 കുഞ്ഞുണ്ണി മാഷ് മരണപ്പെടുന്നത്. കുഞ്ഞുണ്ണി മാഷ മരണം അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വർഷം പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ മാർച്ച് 26-ാം തീയതിയാണ് മരണദിനം, മെയ് 10-ാം തീയതിയാണ് ജന്മദിനം. അപ്പോൾ നമുക്കറിയാം കുഞ്ഞുണ്ണി മാഷെ കുറിച്ചിട്ട് ബാലസാഹിത്യ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷയെ കുറിച്ച് നമുക്കറിയാം. പിന്നോട്ട് മടങ്ങുന്ന കാലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് എഴുതിയിട്ടുള്ളൊരു കവി കൂടിയാണ് അദ്ദേഹം. അതുപോലെ ഒട്ടനവധി ഒന്ന് എന്ന് പറയുന്ന കവിത എത്ര രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ നുറുങ്ങ് കവിതകൾക്ക് അല്ലെങ്കിൽ ചെറിയ നീളമുള്ള ചെറിയ ലെങ്ത്തും വലിയ ആശയമുള്ള ഒട്ടനവധി കവിതകളാണ് ബാലസാഹിത്യ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിനെ നവകേരള മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ സുഭദ്ര രവി, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ആശാ വർക്കർ സുശീല രാജൻ, അംഗനവാടി വർക്കർമാരായ KB അഞ്ജു, സതീരംഗൻ, ഹെൽപ്പർമാരായ ഗീത, നിമ്മി, വാർഡ് ജാഗ്രതാ സമിതി അംഗങ്ങളായ ബൈജു ബാലൻ, മജീദ് പൊക്കാക്കിലത്ത്, ഗിരിജ കൊടപ്പുള്ളി, ഹരിതകർമ്മസേന അംഗങ്ങളായ ലിറ്റ ജോസ്, രമാമണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കിസ്മത് പിയൂസ്, സജിത സുനിൽ, ലില്ലി ജോസ്, രേണുക റിജു, അശോകൻ, ഗംഗാധരൻ, റീത്ത കോശി, ശാന്താമണികണ്ഠൻ, സുനന്ദ, ഷീല ബാബു, ലൂയിസ് താണിക്കൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിൽ വിവിധ പദ്ധതികൾക്കായി 3,65 ലക്ഷം രൂപയുടെ അനുമതി. പദ്ധതികളെല്ലാം 5 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് CC മുകുന്ദൻ MLA. നിലവിൽ ടൂറിസം വകുപ്പിന്റെ 52 ലക്ഷം രൂപയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികളുടെ പൂർത്തീകരണം അവസാന ഘട്ടത്തിലാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 84 ലക്ഷം രൂപ ഉപയോഗിച്ച് പാർക്കിനുള്ളിലെ കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ ടെൻഡർ ഘട്ടത്തിലാണ്. ഏപ്രിൽ അവസാനത്തോടെ കളി ഉപകരണങ്ങൾ സ്ഥാപിക്കും. 1.5 കോടി രൂപ കേരള സർക്കാർ 2025-26 ബജറ്റിൽ മുൻഗണനാക്രമത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് പുതിയ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം, ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം, ചുറ്റുമതിൽ നവീകരണം, പ്രധാന കവാട നവീകരണം, ഫിഷ് ടാങ്ക്, ഫ്ലോർ ടൈൽ നവീകരണം എന്നിവ ചെയ്യുന്നതായി ടൂറിസം വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നവകേരള സദസ് ഫണ്ട് 60 ലക്ഷം രൂപയുടെയും നവീകരണ പ്രവൃത്തികൾ നടത്തും. പാർക്കിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി CC മുകുന്ദൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 10 ലക്ഷം രൂപയും ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 9 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. പരേതനായ കുന്നുങ്ങൽ സുന്ദരന്റെ സ്മരണയ്ക്കായി കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ നേതൃത്വം നൽകിയ ചടങ്ങിൽ മെമ്പർ കെയർ സ്നേഹോപകാരം ജയന്തൻ കുന്നുങ്ങൽ, സജൻ സുന്ദരൻ എന്നിവർ ഏറ്റുവാങ്ങി. ജനങ്ങൾക്കായുള്ള ഇത്തരം സഹകരണങ്ങളാണ് മെമ്പർ കെയർ പദ്ധതിയുടെ വിജയമെന്നും മെമ്പർ വൈശാഖ് വേണുഗോപാൽ പറഞ്ഞു. കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികളായ രാജൻ, പീതാംബരൻ കോഴിശ്ശേരി, പൊതുപ്രവർത്തകരായ ബാബു കുന്നുങ്ങൽ, VS സൂരജ്, സജീവൻ കുന്നുങ്ങൽ, ലോഹി ഇരിങ്ങത്തുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രസാദ് മണക്കാട്ടുപടി, യദവ് തൈക്കാട്ട്, ഷാജി കിഴക്കേ വീട്ടിൽ, രാജേഷ് പുളിക്കൽ, മനോഹരൻ തച്ചമ്പുള്ളി, പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് കുഞ്ഞുണ്ണി മാഷ് സ്മാരകത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുണ്ണി മാഷ് സ്മാരക സമിതിയുടെ സഹകരണത്തോടെയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണവും കവി PP രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, കുഞ്ഞുണ്ണി മാഷ് സ്മാരക സമിതി സെക്രട്ടറി VR ബാബു എന്നിവർ സംസാരിച്ചു. KC പ്രസാദ്, മഞ്ജുള അരുണൻ, ബിജോഷ് ആനന്ദ്, രശ്മി ഷിജോ, സുനിത ബാബു, ഉഷ കേശവദാസ്, KA വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു. മിത്രാനന്തപുരം പരേതയായ ചെറിയ കോട്ടിൽ നാനിക്കുട്ടിയമ്മ മകൻ CK രാമകൃഷ്ണൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേഷ് ബാബു, ഹരികൃഷ്ണ എന്നിവർ മക്കളും സബിത, നീതു എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,235 രൂപ, പവന് 65,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് N ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഭോജനശാലയിലും സോളാർ പാനൽ സ്ഥാപിച്ചു. സ്പിൽ ഓവർ പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.